പരിശുദ്ധമായ ജമാദുൽ ഊല ജമാദുൽ അവൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അപ്പോൾ ഇന്നും നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് ഉമ്മമാർ ചോദിക്കുന്നുണ്ട്, ഉസ്താദേ ഈ പീരീഡിൻ്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തത്, ചിലവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടക്കം തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പീരീഡിൻ്റെ സമയത്ത് എൻ്റെ സ്നേഹമുള്ള എൻ്റെ ഉമ്മമാർ, സഹോദരിമാർ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ചെറിയ ഒരു 2 വരി ദിക്റുണ്ട്. 2 വരി ദിക്ർ, ചെറിയ കുഞ്ഞു ദിക്റാണ്. ഈ ദിക്ർ പറഞ്ഞാൽ 70 കൊട്ടാരം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിൽ വെച്ച് തരുമെന്നാണ്. അതുപോലെ തന്നെ 70 പദവികൾ ഉയർത്തും, 70 നന്മകൾ അല്ലാഹു തആല തരുമെന്നാണ്. പുരുഷന്മാരാണ് ഈ ദിക്ർ പറയുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്നത് വേറെ പ്രതിഫലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദിക്ർ, അത് എങ്ങനെയാണ് പറയേണ്ടത്, അത് പറഞ്ഞാൽ കിട്ടുന്ന വലിയ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദെ ഈ ആർത്തവ വിരാമത്തിൻ്റെ കുളി ഉണ്ടല്ലോ, ആ കുളി കുളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ വലിയ അശുദ്ധിയുടെ കുളി അതിൻ്റെ നീയത്ത് എങ്ങനെയാണ്, ഞങ്ങൾ നീയത്ത് വെക്കുന്നത് ഈ രൂപത്തിലാണ് ആ രൂപത്തിലാണ്, അതൊക്കെ ശരിയാണോ എന്ന് ചില ഉമ്മമാരൊക്കെ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് കൃത്യമായ രൂപം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏത് സമയത്തും പറയാൻ പറ്റുന്ന ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇത് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കൂടുതൽ കിട്ടുമെന്നതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ ഏതാണ് ആ ദിക്ർ എന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. നിങ്ങൾ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ പരിപാവനമായ ജമാദുൽ ഊല ജമാദുൽ അവൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ജമാദുൽ ഊല മാസം, അവൽ മാസം, ഇനി ഇത് കഴിഞ്ഞാൽ ഇതിപ്പോൾ പകുതി പിന്നിട്ടു. ജമാദുൽ ഊല മാസത്തിൻ്റെ ഏകദേശം പകുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മാസം കഴിഞ്ഞാൽ പിന്നെ ജമാദുൽ ആഖിർ മാസമാണ്, പിന്നെ പരിശുദ്ധമായ റജബ് മാസമാണ്, പിന്നെ ശഅബാനാണ്, റമളാനാണ്. അല്ലാഹുവേ, പുണ്യമായ മാസങ്ങളൊക്കെ ഞങ്ങളിലേക്ക് വരികയാണ്. റബ്ബേ, ഇനി വരുന്ന ദിവസങ്ങളും മാസങ്ങളൊക്കെ നല്ലതുപോലെ സൂക്ഷിച്ച് നിനക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലും നാളെ പകലിലും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നീ ഖബൂൽ ചെയ്യുന്നൊരവസ്ഥയും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ഉമ്മമാർ, ഉപ്പമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഒരവസ്ഥയാണല്ലോ ആർത്തവം എന്നുള്ളത്, നിസ്കാരമില്ലാത്ത അവസ്ഥ, മെൻസസ് എന്ന് പറയുന്നത്. ഇത് ലോകത്ത് എപ്പോഴാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത് അന്ന് മുതൽ ഈ ഒരു അവസ്ഥ എല്ലാ സ്ത്രീകൾക്കുമുണ്ട്. നമ്മുടെ വല്ലുമ്മയാകുന്ന മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗത്തിൽ നിന്നും ഒരു പഴം കഴിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയുകയും അവർ അത് കഴിച്ചു പോവുകയും ചെയ്ത സമയത്താണ് ആദ്യമായി ഈ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകുന്നത്. മറ്റൊരഭിപ്രായത്തിൽ ബനു ഇസ്രായേലിലെ സ്ത്രീകൾക്കാണ് ആദ്യമായി ഈ ഒരു അവസ്ഥ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ കിടക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ഇങ്ങനെ ആയിഷ ബീവിയാകുന്ന ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ ആയിഷ ബീവി തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ തലയിൽ വിരലിങ്ങനെ പ്രവേശിപ്പിച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഈ ഒരു സമയത്ത് ഒരു ദിവസം ഇങ്ങനെ കിടന്നപ്പോൾ നബി തങ്ങളുടെ തലയിൽ ആയിഷ ബീവി കൈകൊണ്ട് തൊടുന്നില്ല. അപ്പോൾ ചോദിച്ചു, എന്തു പറ്റി, ഇന്നെന്താ മസാജിങ് ഇല്ലേ? ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, നബിയെ, എനിക്ക് നിസ്കാരമില്ലാത്ത അവസ്ഥയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആയിഷ, നിന്റെ കയ്യിലാണോ നിസ്കാരമില്ലാത്തത്? അതുകൊണ്ട് ആ ഒരു മാറ്റി നിർത്തൽ വേണ്ട എന്ന് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറവാണ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വരെ
ഭയങ്കര എന്താണ് ഈ സമയം, ഈ പീരീഡിൻ്റെ സമയത്ത് മാറ്റി നിർത്തുക അല്ലേ. വീടിന് അടുക്കളയിൽ പ്രവേശിക്കാൻ പാടില്ല, പുരുഷന്മാർ അടുക്കളയ്ക്ക് പോകാൻ പാടില്ല, അച്ചാറ് കൂട്ടാൻ പാടില്ല, നിലത്ത് പായ വിരിച്ച് കിടക്കണം, പ്രത്യേക മുറി അവർക്കുണ്ട്, അവർ കഴിച്ച പാത്രത്തിൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ചില ചിന്തകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ഒരു ഇളവാണ്. ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കേണ്ട. കാരണം നല്ല ശക്തമായ വയറുവേദനയായിരിക്കും അല്ലേ. ചില ആളുകൾ ഈ ഒരു അവസരത്തിൽ ഭയങ്കര ഛർദി ഉണ്ടാകും, ചിലർക്ക് ഭയങ്കര തലവേദനയായിരിക്കും, ചിലർക്ക് ആളുകൾക്ക് പല സഹോദരിമാർക്കും പല അവസ്ഥയായിരിക്കും. ബ്ലഡ് ഇങ്ങനെ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പ്രശ്നവും മാനസികമായി ഒരുപാട് ടെൻഷനും ഒരുപാട് ദേഷ്യവും അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് പീരീഡിൻ്റെ സമയത്തുള്ള അവസ്ഥ. അപ്പോൾ ആ സമയത്ത് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു, നിങ്ങൾക്ക് ആ സമയത്ത് നിസ്കാരം വേണ്ട. 15 ദിവസമാണെങ്കിൽ ആ 15 ദിവസം നിങ്ങൾക്ക് നിസ്കാരം വേണ്ട. ഇനി 7 ദിവസമാണെങ്കിൽ 7 ദിവസം വേണ്ട. ഇനിയിപ്പോൾ 14 ദിവസം, അങ്ങനെ ചില ആളുകൾക്ക് കൂടി 15 ദിവസം വരെ, 2 ആഴ്ച വരെ ഉണ്ടാവാം, ചില ആളുകൾക്ക് ഒരാഴ്ച, ചില ആളുകൾക്ക് ചിലപ്പോൾ 1-2 ദിവസം ഉണ്ടാവുള്ളൂ. അങ്ങനെ പല ശാരീരിക പ്രകൃതി ഉള്ളവർക്കും പല രൂപത്തിലാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഈ ഒരു മെൻസസിൻ്റെ സമയത്ത് നിസ്കാരം പാടില്ല, ഖുർആൻ തൊടാൻ പാടില്ല, വിശുദ്ധമായ ഖുർആൻ ഓതാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല, തൊവാഫ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്ന ചില ഇളവുകളാണ്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമയത്ത് അവർക്ക് ഇതുണ്ടാവില്ലല്ലോ, അവർക്ക് ഈ നിസ്കാരം പോകുന്ന ഒരു സന്ദർഭമില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഈ ഒരു സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല, പുരുഷന്മാരാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത്, സ്ത്രീകൾ ചെയ്യാൻ പാടില്ല ഏത് ഈ മെൻസസിൻ്റെ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതകാലം മുഴുവനും എന്ത് അസുഖമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും അവർ ചെയ്യണം. എന്ത്? നിസ്കാരം, ഖുർആൻ ഓത്ത്, സുജൂദ്, തൊവാഫ് ആ തൊവാഫിൻ്റെ സമയത്തുള്ള തൊവാഫ്, ഇതെല്ലാം അവർ ചെയ്യേണ്ടതുമാണ്. ഇനി ഈ ഒരു സമയത്ത് എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പലരും ചോദിക്കുന്നുണ്ട് കമൻറ്റിലൂടെ, ഉസ്താദെ ഈ ഒരു പീരീഡിൻ്റെ സമയത്ത് നമ്മുടെ വൈകിട്ടുള്ള മജ്ലിസ് ഉണ്ടല്ലോ, നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ്, അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്കും ആ ദിക്റുകളൊക്കെ ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഓതാം. അതിൽ പറയുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ നിങ്ങൾക്കും പറയാവുന്നതാണ്. പിന്നെ നമ്മൾ അതിൽ ചില ദുആകൾ പറയാറുണ്ട്, വിശുദ്ധമായ ഖുർആനിലെ ചില ദുആകൾ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ തന്നെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ. അങ്ങനെ ഒരുപാട് ചില ദുആകളുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ദുആകൾ. ഈ ദുആകൾ ദിക്റാണെന്ന് മനസ്സിൽ കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഓതാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഈ മെൻസസിന്റെ സമയത്ത് സ്ത്രീകൾ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ പുരുഷന്മാർ ഏത് സമയത്താണെങ്കിലും ചെയ്യേണ്ടത് ആയ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പീരീഡിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പറയുന്നുണ്ടാകും, പക്ഷെ പലരും ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഇനി പറയാൻ പോകുന്ന ഒരു ദിക്ർ നിങ്ങൾക്കറിയാമായിരിക്കാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ദിക്റിന്റെ ശ്രേഷ്ഠത പറഞ്ഞു തരുന്നുണ്ട്. ഒരു പെണ്ണ് അവളുടെ പീരീഡിന്റെ സമയത്ത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന ഈ ഒരു ദിക്ർ ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് 70 കൊട്ടാരം സ്വർഗ്ഗത്തിൽ കൊടുക്കുന്നതാണ്, 70 ദറജകൾ അല്ലാഹു കൊടുക്കുന്നതാണ്, 70 നന്മകൾ അല്ലാഹു കൊടുക്കുന്നതാണ് എന്ന് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ ദിക്ർ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ചെറിയൊരു ദിക്റാണ് ഇത്. സ്ത്രീകൾ ഈ നിസ്കാരമില്ലാത്ത സമയത്ത് ഈ ദിക്ർ പറഞ്ഞാൽ അവർക്ക് ഈ പ്രതിഫലം കിട്ടുമെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിൽ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. കച്ചവടത്തിൽ വലിയ ബർക്കത്തുണ്ടാകും, പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കും, അതുപോലെ തന്നെ അവൻ്റെ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ് പുരുഷന്മാർ ഈ ദിക്ർ പറഞ്ഞാൽ. സ്ത്രീകൾ ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമ്മളോട് പറഞ്ഞു, 70 കൊട്ടാരം, 70 ദറജ, 70 നന്മ. സ്ത്രീകൾക്ക് മാത്രമേ ഇത് കിട്ടൂ, അങ്ങനെയൊന്നുമില്ല, പുരുഷന്മാർക്കും ഇത് കിട്ടും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ദിക്ർ പറഞ്ഞാൽ നിരവധി നേട്ടങ്ങളാണ് അവരുടെ ജീവിതത്തിലും കിട്ടുന്നത്. അപ്പോൾ ഏതാണ് ആ ദിക്ർ? നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞ് ഒരു 3 പ്രാവശ്യം പറഞ്ഞേ. എല്ലാവരും പറഞ്ഞ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഈ ദിക്ർ പറയുന്നത്
എന്നതിൻ്റെ ഹക്ക് കൊണ്ട് റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി തരുമാറാവട്ടെ. പറഞ്ഞു അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഈ ദിക്ർ മാത്രമല്ല, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ ദിക്റും എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെയോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതൊക്കെ പറയാം. പിന്നെ സ്വലാത്ത് ഒരുപാട് കണ്ടു ചൊല്ലാം, അല്ലേ? ഒരു പെണ്ണ് അവൾ ആർത്തവത്തിൻ്റെ സമയത്ത് ഈ ദിക്ർ പറഞ്ഞാൽ, ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ദിക്റുകൾ. ഈ ദിക്റുകൾ ഇങ്ങനെ പറഞ്ഞാൽ, ദിക്റുകൾ ഒരു പെണ്ണ് മെൻസസിന്റെ സമയത്ത്, നിസ്കാരമില്ലാത്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ, കുത്തിബലഹാ ബറാഅത്തും മിനന്നാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും മോചനം കൊടുക്കുന്നതാണ്. വജവാസുൻ അല സിറാത്ത്, സിറാത്ത് പാലത്തിലേക്ക് വേഗത്തിൽ കടക്കാൻ പറ്റുന്നതാണ്. വ അമാനും മിനൽ അദാബ്, അല്ലാഹു തആല എല്ലാ ശിക്ഷകളിൽ നിന്നും മോചനം നൽകുന്നതാണ്. അൽഹംദുലില്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ പാവപ്പെട്ട ഉമ്മമാരെ, ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും അവരുടെ ഈ സമയത്ത് ഈ ദിക്റുകൾ പറയാനും ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ അവർക്ക് നേടാനും നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്. ഉമ്മമാരെ, ഇനി കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ. പല സ്ത്രീകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഉസ്താദേ, ഈ വലിയ കുളി അതിൻ്റെ നീയത്ത് എന്താണ് അതിൻ്റെ നീയത്ത്? ഞാനൊന്ന് പറഞ്ഞു തരാം. ഒരു പെണ്ണ് ആർത്തവരക്തം നിന്നു എന്ന് ഉറപ്പായാൽ അവൾ ഉടൻ തന്നെ കുളിക്കേണ്ടതാണ്. അതുവരെ തടയപ്പെട്ട ഇബാദത്തുകളിലേക്ക് അവർക്ക് പ്രവേശിക്കാം. അത് ആ ഒരു ബ്ലഡ് നിന്നു എന്നൊക്കെ ഏകദേശം ഉറപ്പാവണം. കുറച്ച് ഒന്ന് കണ്ടു, ഒന്ന് കണ്ടില്ല, പിന്നെ കണ്ടു, അങ്ങനെയല്ല, ഉറപ്പാവണം. ഉറപ്പായി കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ കുളിക്കുക, പിന്നെ താമസിപ്പിക്കാൻ പാടില്ല, കുളിക്കുക. കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്? നീയത്ത് വെക്കണം. ആ നീയത്താണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്നത്. കുളിക്കുന്നതിന് മുമ്പ് നീയത്ത് വെക്കണം. ആ നീയത്തിനു മുമ്പ് ചില കാര്യങ്ങളുണ്ട്. എന്താണ്? നമ്മുടെ രഹസ്യ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ കഴുകുക. അത് കഴിഞ്ഞിട്ട് നീയത്ത് വെക്കുക. എങ്ങനെ നീയത്ത്? ആർത്തവ വിരാമത്തിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു, ഇതൊരു നീയത്താണ്. 2-3 നീയത്തുണ്ട്. ഒന്ന്, ആർത്തവ വിരാമത്തിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ നീയത്ത്, വലിയ അശുദ്ധിയെ ഉയർത്താൻ ഞാൻ കുളിക്കുന്നു. മൂന്നാമത്തെ നീയത്ത്, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. അല്ലെങ്കിൽ കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു. ഈ 4 നീയത്തിൽ ഏതെങ്കിലും ഒരു നീയത്ത് നിങ്ങൾക്ക് വെച്ചാൽ മതി എന്നാണ്. ആദ്യം രക്തം പൂർണ്ണമായി നിന്നു എന്ന് ഉറപ്പാക്കുക. അത് കഴിഞ്ഞ് രഹസ്യഭാഗങ്ങളൊക്കെ നല്ലതുപോലെ കഴുകുക. അതിനുശേഷം നീയത്ത് വെക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആർത്തവ വിരാമത്തിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു. അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഉയർത്താൻ ഞാൻ കുളിക്കുന്നു. അല്ലെങ്കിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. അല്ലെങ്കിൽ കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇപ്പോൾ ഇതിൽ ഏത് നിയത്ത് വേണമെങ്കിലും വെക്കാം. എന്നിട്ടോ ശരീരഭാഗങ്ങൾ നല്ലത്, പ്രത്യേകിച്ച് തലഭാഗം, തല, പിന്നെ ഈ ചെവിയുടെ പിറക്, അതുപോലെ തന്നെ നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ഭാഗങ്ങൾ, പിന്നെ നമ്മുടെ കാലിൻ്റെ ഈ മുട്ടിൻ്റെ താഴ്ഭാഗം, അത് എല്ലാ ഈ ചുളിവുള്ള സ്ഥലങ്ങളൊക്കെ നല്ലതുപോലെ സൂക്ഷിച്ച് കഴുകുക. അതുപോലെ തന്നെ ദൽക്കൻ ഷദീദ എന്ന് നമുക്ക് കിതാബിൽ കാണാം. ഒരു ആർത്തവ കുളിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ശരീരം ഉരച്ച് കഴുകൽ പ്രത്യേകം സുന്നത്താണ്. വെറുതെ ഷവർ തുറന്ന് എന്ന് പറഞ്ഞ് കുളിച്ചിട്ട് പോവരല്ല. അവൾ എന്ത് ചെയ്യാം? നല്ലപോലെ സോപ്പും ചകിരിയൊക്കെ ഇട്ട് നല്ലപോലെ തേച്ച് കഴുകി കുളിക്കൽ പ്രത്യേകം നല്ലതാണ്. കാരണം നമ്മുടെ ഈ ബ്ലഡ് ഇങ്ങനെ പോകുന്ന ഈ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ ത്വക്കിൽ മൃതകോശങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതാണ്, കോശങ്ങൾ. അപ്പോൾ ഈ മൃതകോശം ഓരോ ദിവസവും കോശങ്ങൾ ചത്തുപോകും, പുതിയ കോശങ്ങൾ വരുമെന്നാണ്. അപ്പോൾ ഈ ചത്തുപോകുന്ന മൃതിയടയുന്ന കോശങ്ങൾ നമ്മുടെ ഈ
തൊലിയുടെ പുറം ഭാഗത്ത് വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടുമെന്നാണ്. അങ്ങനെ ഇനി ചെളിയും അഴുക്കൊക്കെ ഉണ്ടാവണേ. അപ്പോൾ എന്ത് ചെയ്യുക, അത് നല്ലതുപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ അത് പോകില്ല, അത് സോപ്പിട്ട് അതുപോലെ ഉരച്ച് കഴുകിയാലാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പിരീഡിൻ്റെ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് മൃതകോശങ്ങൾ പുറത്തേക്ക് പോകും. ആ സമയത്ത് എന്താ, നല്ലതുപോലെ കുളിക്കുന്ന സമയത്ത്, അവസാനത്തെ കുളിക്കുന്ന സമയത്തെങ്കിലും നല്ലതുപോലെ തേച്ച് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക, നിയത്ത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക. ശരീരത്തിൽ എല്ലാ സ്ഥലത്തും ഈ നഖത്തിൻ്റെ അടി അതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ, ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ ഭാഗമൊക്കെ ക്ലിയർ ആക്കണം. ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കണം, എത്തണം. അതായത് ഒരു സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ ഇങ്ങനെ എത്തിപ്പിക്കലല്ല, ശരീരത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകണമെന്നാണ്. ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുളി കഴിഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 റക്അത്ത് ഒരു ശുക്രിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അത് നല്ലതാണ്. കുളി കഴിഞ്ഞിട്ട് 2 റക്അത്ത് ശുക്രിൻ്റെ സുന്നത്ത് നിസ്കാരം, അതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പരിശുദ്ധമായ ജമാദുൽ അവ്വൽ മാസത്തിൻ്റെ ഉലാ മാസത്തിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഞാൻ ഒരു ചെറിയൊരു ദിക്ർ പറഞ്ഞുതരാം. ഇത് മെൻസസ് ഉള്ള സമയത്ത് സ്ത്രീകൾക്കും മെൻസസ് ഇല്ലാത്ത സമയത്തും അതുപോലെ പുരുഷന്മാർക്കും എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ അതിശ്രേഷ്ഠമായ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ദുന്യാവിലും ആഖിറത്തിലുമൊക്കെയായി അല്ലാഹു തആല നമുക്ക് വാരിക്കോരി തരുന്ന ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകും. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ദിക്ർ ഏതാണെന്ന് പഠിക്കുകയും എന്നിട്ട് നമുക്ക് എന്താണ് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. എല്ലാ സമയത്തും, അതായത് എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും നിസ്കാരങ്ങൾക്ക് ശേഷവും പുരുഷന്മാർ എന്തായാലും ഈ ഇതൊരു ദുആയാണ്, ദിക്റാണ്, ഇത് പറയാതെ പോകരുത്. സ്ത്രീകൾ നിങ്ങൾ ഈ മെൻസസിൻ്റെ സമയത്ത് നിസ്കാരമില്ലാത്ത സമയത്തും എന്ത് ചെയ്യാം, ഈ ഒരു ദിക്ർ പറയാം. ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിനോട് നമ്മൾ അടുക്കുമെന്നാണ്. നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കും. അള്ളാഹിനോട് ഒരു അടിമ അടുത്തു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അവൻ്റെ ദുന്യാവും ആഖിറവും അള്ളാഹു തആല ഏറ്റെടുത്ത് നടത്തി കൊടുക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദിക്ർ, നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. മഹാനായ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഈ ദുആയുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ പരിശുദ്ധമായി വെള്ളിയാഴ്ച രാവിലും ഇനിയുള്ള ദിവസങ്ങളിലും സ്ത്രീകൾ മെൻസസ് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും അതുപോലെ തന്നെ പുരുഷന്മാർ എല്ലാ സമയത്തും ഒക്കെ പറയേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമലല്ലദീ യുബല്ലിഗുനി ഹുബ്ബക. അല്ലോ, ഇത് വല്ലാത്ത ഒരു ദുആയാണല്ലോ ഉസ്താദ്, ഇത് ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇത് 1-2 പ്രാവശ്യം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കിട്ടിക്കോളും. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമലല്ലദീ യുബല്ലിഗുനി ഹുബ്ബക. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ ഇഷ്ടവും നിന്റെ പ്രീതിയും ഞാൻ, അതുപോലെ തന്നെ നീ സ്നേഹിക്കുന്നവരുടെ പ്രീതിയും. അല്ലാഹുവേ, നിന്റെ ഇഷ്ടവും നിന്റെ സ്നേഹവും, നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ അവരുടെ ഇഷ്ടവും അവരുടെ സ്നേഹവും എല്ലാം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹുവേ, നിന്റെ പ്രീതി നിന്റെ ഇഷ്ടം കിട്ടാനുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. ഇതാണ് ആ ദുആ. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമലല്ലദീ യുബല്ലിഗുനി ഹുബ്ബക. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമലല്ലദീ യുബല്ലിഗുനി ഹുബ്ബക. അൽഹംദുലില്ലാഹ്, ഈ ദുആ നമ്മൾ പഠിച്ചല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുആയൊക്കെ നമുക്ക് നിത്യമാക്കാനും ഇത് പറഞ്ഞാൽ എന്തെല്ലാം പ്രതിഫലമാണോ കിട്ടുന്നത് അത് മുഴുവൻ കരസ്ഥമാക്കാനും റബ്ബ് തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ കൊണ്ട് മുഖരിതമാക്കേണ്ട പുണ്യമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നീ കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പാവപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ, അവരൊക്കെ എപ്പോഴും ഉസ്താദേ പ്രത്യേകം ദുആരക്കണമെന്ന് പറയുന്നവരാണ്. റബ്ബേ, ആരൊക്കെ എന്തൊക്കെ പ്രതിസന്ധിയിലാണോ ഉള്ളത് അവരുടെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് എല്ലാവിധ ഖൈറും ബറക്കത്തും അവരുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും നീ നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.